നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെക്കുറിച്ചൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അത് ഒരു ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു വീക്ഷണകോണ് പലർക്കും ഉണ്ടാകാം, രണ്ട് ഭാഗത്തും വാദിക്കുന്നവരുണ്ടാകാം. പക്ഷേ തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ഠരര് രാജീവർ കോടതിയുടെ പരാമർശങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെച്ചാൽ, അതിലേക്ക് നമുക്ക് വരാം, പക്ഷെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചാൽ അദ്ദേഹം ഒരു കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ മാത്രമാണ്. അങ്ങനെയുള്ള ഒരാളെ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരാൾ എന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരാളെ വിമർശിക്കുവാനുള്ള എല്ലാ അധികാരവും ഭാരതത്തിൻ്റെ ഭരണഘടന ശ്രീ എം വി ഗോവിന്ദന് നൽകുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഭരണഘടനയെ ആത്യന്തികമായി രഹസ്യമായിട്ടെങ്കിലും തള്ളിപ്പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും, സജി ചെറിയാനാണ് ഉദാഹരണം. എങ്കിലും ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എം വി ഗോവിന്ദന് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ വിമർശനാത്മകമായി കാണുവാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്. അത്തരത്തിലൊരു വീക്ഷണകോണിലൂടെ അതൊന്ന് പരിശോധിച്ചാൽ വളരെ ഗുരുതരമായൊരവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാകും. കാരണം ഈ ഒരു വിമർശനം ഒരു ഏകപക്ഷീയമാണ്. ഏകപക്ഷീയമെന്ന് മാത്രമല്ല, ഒരു ഏകമാനമാണ്. ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിമർശനമാണ് എം വി ഗോവിന്ദനാവട്ടെ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിഭാഗത്തെ വിമർശിക്കുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഹിന്ദുമതമെന്ന് പറയുന്നത് എപ്പോഴും സ്വയം വിമർശനാത്മകമായി അതിൻ്റെ ആചാരങ്ങളെയും രീതികളെയും സമീപിച്ച് അതിൽ നിന്ന് തന്നെ മഹാരഥന്മാർ ഉയർന്നു വന്ന് തിരുത്തലുകൾ നടത്തിയിട്ടുള്ളൊരു ധർമ്മമാണ്. മതമെന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ മതത്തിന് നേരെ അല്ലെങ്കിൽ ഈ ഒരു ജീവിത രീതിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു പതിവാണ് ഹിന്ദുക്കൾക്കുള്ളത്. എന്നാൽ ഒരു മതത്തെ മാത്രം, ഈ ഒരു വിഭാഗത്തെ മാത്രം, ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥിരമായി ഇത്തരം വിമർശനങ്ങളും ഒരു ധ്വംസനമെന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന, സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പരാമർശം ശബരിമല തന്ത്രിയെ സംബന്ധിച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളുകളികൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. ആ ഉള്ളുകളികൾ പരിശോധിക്കുമ്പോൾ നാം ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ ആക്ടിവിസ്റ്റുകളെ തലവഴി മുണ്ടിട്ട് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ശബരിമല തിരുനടയിലൂടെ ഓടിച്ചു കൊണ്ടുപോയ അവസരത്തിൽ തന്ത്രി നടയടച്ച് ശുദ്ധികലശം ചെയ്തപ്പോൾ തന്ത്രിയെ വിമർശിച്ച സംഭവത്തിലാണ്. വിമർശിക്കുക മാത്രമല്ല, നയങ്ങളോട് യോജിപ്പില്ലെങ്കിൽ തന്ത്രിക്ക് ഇറങ്ങിപ്പോകാമെന്നുള്ള രീതിയിലൊരു പരാമർശം പരസ്യമായി തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുകയുണ്ടായി. അതിൽ തുടങ്ങിയൊരു പകയാണ് തന്ത്രിയോടുള്ളത് എന്ന് തന്ത്രി അദ്ദേഹത്തിൻ്റെ ജാമ്യം തേടിയുള്ള ഹർജിയിൽ കോടതിയിൽ വാദിച്ചിരുന്നു. കോടതി ഏതാണ്ട് തത്വത്തിൽ അത് അംഗീകരിച്ച തരത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. കാരണം കോടതി ഒരു കാര്യം എടുത്തു പറഞ്ഞു, ജാമ്യം നൽകുന്നതിനോടൊപ്പം തന്ത്രിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് യാതൊരു തെളിവിൻ്റെ ഒരു കണിക പോലും ഹാജരാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി, ഒരു സംശയത്തിനും ഇട നൽകാത്ത തരത്തിൽ കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് എം വി ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ തന്ത്രിയെ വിമർശിക്കുന്നത് ഒരു പ്രത്യേക ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഈ ഒരു പക മാത്രമല്ല, മുൻപും തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് ഈ ഒരു സംശയം പങ്കുവച്ചിരുന്നു. തന്ത്രിയോടുള്ള ഈ ഒരു സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുണ്ടായ തർക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ പക മാത്രമല്ല തന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു നടപടിക്ക് മുതിർന്നത്, അല്ലെങ്കിൽ ഇത്തരമൊരു നടപടി എടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന്, യഥാർത്ഥ കൊള്ളക്കാരിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് തന്ത്രിയെ മുന്നിൽ നിർത്തി ആകെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഈ കേസ് തേച്ചുമാച്ച് കളയുവാനുള്ളൊരു ശ്രമമാണോ, ഒരു ക്ലാസിക് കമ്മ്യൂണിസ്റ്റ് സ്ട്രാറ്റജിയാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരമായി നടത്തുന്ന ഒരു ഉപായമാണോ, ഗൂഢ ഉപായമാണോ ഇത് എന്ന സംശയം തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇനി തന്ത്രിയിലേക്ക് തിരിച്ചു വന്നാൽ, ഇത് സംബന്ധിച്ച് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒരു ദൃശ്യമാധ്യമത്തിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതും വളരെ ശ്രദ്ധേയമാണ്. ആ കാര്യങ്ങൾ
ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്നെടുത്ത് ശ്രദ്ധേയമായ കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒപ്പം അതിനോട് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു വിമർശനം നടത്തുന്ന എം വി ഗോവിന്ദൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്ത്രിയെ വിമർശിക്കുന്നത് പോലെ തന്നെ നിരന്തരമായി പീഡനങ്ങൾ നടക്കുന്നു എന്ന് വാർത്തകൾ വരുന്ന മദ്രസകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. DYFIയോ SFIക്കാരോ ഏതെങ്കിലും മദ്രസകൾക്ക് നേരെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നിരന്തരമായിട്ടുള്ള, അതും ഒരു പോക്സോ കേസുകൾ തന്നെ എന്ന് വിളിക്കാവുന്ന ബാലപീഡനങ്ങൾ നടക്കുന്ന മദ്രസകൾ നിരവധിയാണ്. ദൈനംദിനം എന്നോണം അത്തരത്തിലുള്ള മദ്രസാ പീഡനങ്ങളുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. അത് സംബന്ധിച്ച് വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ഒരു വാക്കുച്ചരിക്കുന്നത് പോട്ടെ, അതിന് നേരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത് തെറ്റാണ് എന്ന് പോലും വളരെ മൃദുവായ സ്വരത്തിലെങ്കിൽ പോലും പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരളത്തിൽ കാണുവാൻ സാധിക്കില്ല. ഈ ഒരു വസ്തുത ശ്രീ അനിൽ വെള്ളയിൽ ഉയർത്തി കാണിച്ചിരുന്നു. അത് വളരെ ശരിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. സമസ്തയുടെ ഒരു വലിയ സമ്മേളനം ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞിരുന്നു, 100ാം വാർഷികമോ അങ്ങനെ എന്തോ ഒരു സമ്മേളനം. അതിൻ്റെ സമാപന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ സമസ്തയെ ആദരിക്കുവാനും പുകഴ്ത്തുവാനും മത്സരിച്ച ആ വേദിയിൽ പ്രമുഖ സ്ഥാനം ഞങ്ങൾക്കാണ്, സമസ്തയെ ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖർ ഞങ്ങളാണ് എന്ന് മുന്നോട്ട് തങ്ങളെ തന്നെ കാട്ടുവാനായി, തങ്ങളുടെ പ്രതിച്ഛായ അത്തരത്തിൽ ഉയർത്തിക്കാട്ടുവാനായി മത്സരിക്കുന്നൊരു കാഴ്ച നാം എല്ലാവരും കണ്ടതാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ മാത്രമല്ല കുറ്റം പറയുന്നത്, കോൺഗ്രസ്സുകാരും ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരേപോലെ തന്നെ കുറ്റവാളികളാണ്. ആ കാര്യവും ശ്രീ അനിൽ വെള്ളയിൽ പ്രസ്താവിച്ചിരുന്നു. അവർ മഹാമാഘം നടന്നപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അതിനെ സംബന്ധിച്ചൊരു പുകഴ്ത്തി പറയണ്ട, അതിനൊരു ആശംസയെങ്കിലും അറിയിച്ചിരുന്നു? ഇല്ല. ഇനി ഒരല്പം പിന്നോട്ട് പോയാൽ, പലസ്തീനിൽ ഹമാസ് ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി നേഴ്സ് കൊല്ലപ്പെട്ടപ്പോൾ, അത് കഴിഞ്ഞൊരു മലയാളി യുവാവ് കൊല്ലപ്പെട്ടപ്പോൾ ആശംസകൾ അറിയിക്കുവാൻ പോലും, അല്ലെങ്കിൽ ഭീകരവാദികളുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഒരു കേരളത്തിലെ ഒരു പ്രജ മരണപ്പെട്ടത് എന്ന്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുവാനുള്ള വൈമുഖ്യം പോലും ഇത്തരം രാഷ്ട്രീയ നേതാക്കളിൽ നാം കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് എന്ത് സൂചിപ്പിക്കുന്നു? ആ സൂചനയാണ് ഇന്നത്തെ സമൂഹത്തിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും, പ്രത്യേകിച്ച് ഇവിടെ വിഷയം എം വി ഗോവിന്ദനും കമ്മ്യൂണിസ്റ്റുകാരുമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് സമൂഹത്തെയാണോ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്, ഏതൊരു ന്യൂനപക്ഷത്തെയാണോ പ്രീണിപ്പിച്ച് ഭൂരിപക്ഷത്തെ ധ്വംസിച്ച് ആ ധ്വംസനത്തിലൂടെ വീണ്ടും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച്, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ധ്വംസനത്തിലൂടെ ഭൂരിപക്ഷ വിഭാഗത്തിലെ, അതായത് ഹിന്ദു വിഭാഗത്തിനെ ഇത്തരത്തിൽ ധ്വംസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രീണനമാണ് അപ്പുറത്ത് നടക്കുന്നതെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം അതിൽ നിന്ന് മനസ്സുഖം കണ്ടെത്തുന്ന തരത്തിലുള്ളൊരു പ്രീണനം അവർ മനസ്സുഖം കണ്ടെത്തുന്നു എന്നറിയാവുന്നത് കൊണ്ട് ഇപ്പുറത്ത് ധ്വംസനം നടത്തി അവരെ പ്രീണിപ്പിക്കുന്നു. കാരണം അവർ ശത്രുക്കളായിട്ടായിരിക്കണം കാണുന്നത്, അല്ലെങ്കിൽ എം വി ഗോവിന്ദനും കൂട്ടരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവണം. സത്യത്തിൽ ശത്രുക്കളായിട്ട് കാണുന്നുണ്ടോ അറിയില്ല. പക്ഷേ എന്തായാലും ഇത്തരത്തിലൊരു ഹൈന്ദവ ധ്വംസനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളെ അപമാനിക്കുമ്പോൾ, മറുവശത്ത് നിൽക്കുന്ന ന്യൂനപക്ഷം സംപ്രീതരാകും എന്നുള്ള ധാരണയിൽ, അല്ലെങ്കിൽ സംപ്രീതരാകും എന്നുള്ള വസ്തുത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ഇവർ നടത്തുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ എം വി ഗോവിന്ദനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഇപ്പോൾ അപ്പം വിൽപ്പനയൊക്കെ നിർത്തിയിട്ട് കഞ്ചാവ് കേസ് മുതൽ പീഡന കേസിൽ വരെ പ്രതിയായിട്ടുള്ള വേടൻ്റെ കല്യാണം നടത്താനായിട്ട് ഓടി നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ കാര്യമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയത് കാരണം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും, ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും, ഒപ്പം ഒരു വഷളൻ ചിരിയോടുകൂടി ന്യൂനപക്ഷം പ്രീണിക്കപ്പെട്ടില്ലേ എന്ന് അവരെ നോക്കിയൊന്ന് കണ്ണിറുക്കുന്നത് പോലെ ഉള്ള ശരീരഭാഷയോടുകൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മാത്രം അതിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവനായി ഏതാണ്ട് അങ്ങനെ തന്നെയുള്ളൊരു അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അവരുടെ അധപ്പതനം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ ഈ അധപ്പതനത്തിൻ്റെ ഒരു അനുരണമെന്നുള്ളോണം ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉയരുന്ന ഇത്തരത്തിലുള്ള അപമാനങ്ങളും
അല്ലെങ്കിൽ കുത്തുവാക്കുകളും ധ്വംസനങ്ങളും എത്ര കാലം ഇങ്ങനെ തുടർന്നു പോകും? അത് തീരുമാനിക്കേണ്ടത് ഹൈന്ദവ സമൂഹമാണ്. അത് തീരുമാനിക്കേണ്ടത് സമ്മതിദാനത്തിലൂടെയാണ്. അത് ചിന്തിക്കുക. ആ ചിന്തയിൽ നിന്ന് ഒരു തിരുത്തലുകൾ അല്ലെങ്കിൽ ഒരു തിരുത്തലുകളുടെ ഒരു പട്ടിക തന്നെ അവരുടെ മുന്നിലേക്ക് വയ്ക്കുക. ഈ തിരുത്തലുകൾ നിങ്ങൾ ആത്മാർത്ഥമായി നടത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടും. പക്ഷേ തൽക്കാലം നിങ്ങളെ ഞങ്ങൾ ആ അധപ്പതനത്തിലേക്ക് കൂടുതൽ തള്ളിവിട്ട് അതിനുമേൽ മണ്ണിട്ട് മൂടി ഒരു സ്മാരകശില നിർമ്മിക്കുവാൻ പോവുകയാണ് എന്നുള്ളൊരു തീരുമാനം എന്ന് ഹൈന്ദവ സമൂഹം സുദൃഢമായി എടുക്കുന്നു, ഐക്യത്തോടെ എടുക്കുന്നു, അന്നേ ഇതിനൊരു അവസാനമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപമാനിക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.